ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് പ്രവാചകന്റെ കുടുംബമാണ്, തങ്ങൾ ഫാമിലിയാണ്, പ്രവാചക പരമ്പരയാണ് എന്നൊക്കെ പറ്റിച്ചും വെട്ടിച്ചും എത്ര നാൾ ഇവർ മുന്നോട്ട് പോകും? ഇങ്ങനെ കുറേ ആത്മീയ തട്ടിപ്പുകാരുണ്ട്. ഇവരുടെയൊക്കെ ലക്ഷ്യം ചൂഷണമാണ്, മതത്തെ ചൂഷണം ചെയ്യുക. അതുവഴി ഇന്ന് ജീവിക്കാൻ വേണ്ടത് പണമാണ്. ആർഭാടമായി ജീവിക്കാൻ തക്ക രൂപത്തിൽ പണമുണ്ടാക്കുക. അതിനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അതൊന്നും ഇവരുടെ വിഷയവുമല്ല. ഇവർക്ക് പറ്റിക്കാനും തട്ടിക്കാനും ഏറ്റവും എളുപ്പം മതമാണ്. അതാകുമ്പോൾ ആർക്കും ഒരു എതിരഭിപ്രായവും ഉണ്ടാകില്ല, ഒരു പരാതിയും ഉണ്ടാകില്ല. പ്രവാചകന്റെ പരമ്പരയാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരു തങ്ങൾ കുടുംബം. പ്രവാചകൻ ആൺമക്കളില്ലല്ലോ അടുത്ത പരമ്പരയ്ക്ക്. ആ മകൻ വിവാഹം കഴിച്ച്, ആ സ്ത്രീ പ്രസവിച്ച്, ആ മകൻ വളർത്തി, പിന്നീട് ആ മകന്റെ തലമുറ, അങ്ങനെയൊക്കെയല്ലേ ഇവിടെ പാരമ്പര്യം നിലനിൽക്കുക. ഇന്ന് നിലനിൽക്കുന്നത് അലിയുടെ കുടുംബ പരമ്പരയല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും. കാരണം പ്രവാചകന്റെ മകളായ ഫാത്തിമയാണ് വിവാഹിതയായത്, അലിയാണ് വരൻ. അലി പ്രസവിച്ച ഹസൻ ഹുസൈൻ ഇവർ മരണപ്പെട്ടല്ലോ. പിന്നീട് അവരുടെ മക്കൾ, എന്ത് അടിസ്ഥാനമില്ലാതെയാണ് ഇവർ പ്രവാചക പരമ്പരയാണ്, തങ്ങൾ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. എന്തായിരുന്നാലും പ്രവാചകന്റെ പേരക്കുട്ടിക്ക് ചില കഴിവുകളുണ്ടത്രേ. ഏത് രോഗവും സുഖപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു കഴിവ്. ഇങ്ങനെയൊക്കെ പൊട്ടത്തരവും പറഞ്ഞുകൊണ്ടാണ് ഇവർ വരാറുള്ളത്. മുമ്പൊക്കെ ഇവരെ നമ്മളായിരുന്നു എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്നത്. ഏത് അസുഖവും ഇവർ മാറും, ഇവര് മാറ്റും, ഷിഫയാക്കും, ശമനമുണ്ടാക്കും. പക്ഷെ ഇവർക്ക് അസുഖം വന്നാൽ ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുകയും ചെയ്യും. ഇതാണ് ഇവരുടെ. അധ്വാനിക്കാതെ മതത്തിന്റെ പേര് പറഞ്ഞ്, നബിയുടെ കുടുംബമാണ് എന്ന പേര് പറഞ്ഞ്, നമുക്ക് എന്തൊക്കെയോ സിദ്ധികളുണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച് മുസ്ലിങ്ങളുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ അവരെ കുറിച്ചിട്ടൊന്നും ആർക്കും ഒരു പരാതിയുമില്ല. ആത്മീയതയാണല്ലോ. അപ്പൊ ഖുർആനിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ഖുർആനിനെ വിറ്റ് ജീവിക്കുന്നു എന്ന് പറയും. ശരിക്കു പറഞ്ഞാൽ മതം എന്താണ് എന്ന് ശരിയായി പഠിപ്പിക്കാൻ ഞങ്ങളെ പോലെയുള്ളവരെങ്കിലും വേണ്ടേ? അപ്പൊ മതം എന്താണ് പറയുന്നത് അതിനെ മറച്ചു വെച്ചിട്ട് കാപട്യം കാണിച്ചിട്ട് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞാൽ ചിലർക്ക് മതപുരോഹിതർ എന്തു പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു പരിഭവവുമില്ല. അവർക്ക് മതത്തെ എങ്ങനെയും എടുത്ത് അമ്മാനമാടാം, ആ മതം വെച്ചിട്ട് ആർമാദിക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഈ മത മേലധ്യക്ഷന്മാരുടെ കൈവെള്ളയിലേക്ക് പടച്ചോൻ വെച്ചു കൊടുത്തതാണല്ലോ ഈ മതം. പടച്ചോൻ സ്വർഗത്തിൽ കള്ളു കൊടുക്കുക അല്ല. ഈ തിങ്കൾ ചൊവ്വ ബുധൻ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മതമുണ്ടോ? പടച്ചോൻ ചൊവ്വാഴ്ചത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടേ, ചൊവ്വാഴ്ചയെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഓരോ ദിവസം പടച്ചോൻ ഓരോ രൂപത്തിലാണ് ദിവസങ്ങളെ ക്രോഡീകരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം കള്ളു കൊടുക്കുക, തിങ്കളാഴ്ച ദിവസം കട്ടിത്തേനും പൊരിച്ച മീനിന്റെ കരളും കൊടുക്കുക, ബുധനാഴ്ച ദിവസം മദ്യപ്പുഴയിലേക്ക് തള്ളിമറിച്ചിടുക, വ്യാഴാഴ്ച ദിവസം ഒരു ഹൂറിയെ കൂടുതൽ കൊടുക്കുക, വെള്ളിയാഴ്ച ദിവസം 72 ഹൂറികളെയും ഒരുമിച്ച് കൊടുക്കുക, ശനിയാഴ്ച ദിവസം അവിടുത്തെ മ്യൂസിക് സെഷനാണ്. അവിടെ വലിയൊരു മ്യൂസിക് ഫെസ്റ്റ് ഉണ്ട്. അവിടെ ദാവൂദ് നബി ആയിരിക്കും അത്രേ അന്ന് സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നത്. നൗഷാദ് ബാക്കവി ഒരിക്കൽ പറഞ്ഞതാ, അല്ല കബീർ ബാക്കവി പറഞ്ഞതാ. അപ്പോൾ അന്നാണ് അവിടുത്തെ മ്യൂസിക് സദസ്. ഓക്കെ, സംഗീത കച്ചേരി ദാവൂദ് നബിയുടെ. പിന്നെ ഉള്ളത് ഇതാ ഞായറാഴ്ച ദിവസം, അന്നാണ് അവിടുത്തെ മാർക്കറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഇവര് പറയാറുള്ളത്. ഒരു പ്രസംഗം കേട്ടോ. സ്വർഗത്തിലെ കള്ളു കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. നമ്മൾ പറയില്ലേ സാധാരണ ചൊവ്വാഴ്ച ദിവസം എന്തില്ല, ചൊവ്വാഴ്ച ദിവസം ചൊഗില്ല എന്ന് പറയാറുണ്ട്. എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊഗുള്ള ദിവസം ചൊവ്വാഴ്ചയാണ്. സ്വർഗത്തിലെ കള്ള് കുടിക്കുന്ന ദിവസം അന്നാം ചൊവ്വാഴ്ച കള്ളങ്ങ് കുടിച്ചാൽ സക്കറോ, ഭൂമിയിലെ മത്ത് പോലെയല്ല, അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള മത്ത് വരും അവർക്ക്. അതായത്
സ്വർഗത്തിലെ കള്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ കള്ളല്ല. ആ കള്ളിന് ഒരുപാട് പ്രത്യേകതകൾ. സ്വർഗത്തിലെ കള്ളിനെ കുറിച്ച് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയി സ്വർഗത്തിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് എന്ത് ഭംഗിയാണ് ജിബ്രീലെ ഇതിന്റെ അരുവികളെ കാണാൻ. ഒരറ്റത്ത് പാല് ഒഴുകി വരെയാണ് പാല്, ഒരറ്റത്ത് പാല്, മറ്റൊരു ഭാഗത്ത് തേന്, മറ്റൊരു ഭാഗത്ത് കള്ള്. ഒന്നോ അത് പള്ളിക്കാത്തിന് നമ്മൾ പറയണേ ഇന്നലെ വരെ കള്ള് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ കള്ളുണ്ട്. കള്ളെന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ശരീരത്തിന് സുഖം കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇവിടത്തെ കള്ളല്ല പറഞ്ഞു, ഇവിടത്തെ പറഞ്ഞ കോപ്പും ഇവിടുത്തെ ബോധ അവസാനം തീർന്നു. ഇപ്പൊ പത്രമൊക്കെ വായിച്ചു നോക്കി, ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും പെരുന്നാൾ വന്നാലും കോടികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ അത്രത്തോളം കോടികൾ, എത്ര കോടി നമ്മുടെ ലോകത്ത് മദ്യം കാരണമായി ലാഭം ഉണ്ടാകുന്നുവോ അത്രയും കോടി രൂപയുടെ രോഗവും ആ മനുഷ്യന് കിട്ടുകയാണ്. അപ്പൊ ഡബിളാണ് നമുക്ക് നഷ്ടം. പൈസ പോലും നഷ്ടം, ഇനി ആ പോയ പൈസയുടെ ഇരട്ടി നമ്മുടെ ഈ രോഗത്തിന് വേണ്ടി ചികിത്സിക്കണം, അത് നഷ്ടം. അങ്ങനെ രണ്ട് നഷ്ടമാണ് നമുക്ക് ആഘോഷങ്ങളിൽ മദ്യവുമായി ഉണ്ടാകുന്നത്. സ്വർഗത്തിൽ കള്ളുണ്ട്. സ്വർഗത്തെ കള്ളിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ ഫീഹാ ഖൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. സ്വർഗത്തിന്റെ കള്ളിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, വലാ ഹും അൻഹാ യുൻസഫൂൻ. ബുദ്ധിക്ക് കോട്ടം വരൂല. സ്വർഗത്തിലെ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നാൽ പെണ്ണുമുള്ളെ കണ്ടാൽ പെണ്ണുമുള്ളേന്ന് തന്നെ തോന്നും, അല്ലാതെ മാമിയെ കാണുമ്പോൾ പെണ്ണുമുള്ളെന്ന് തോന്നൂല. അത് ഇവിടത്തെ കള്ളാണ്. ഇവിടത്തെ കള്ളു കുടിച്ച് ആരെ കണ്ടാലും എന്റെ വെമ്പറം നോക്കിയാൽ അത് ഇവിടുത്തെ കള്ളിന്റെ പ്രത്യേകത. ഏത് ഓട കണ്ടാലും നല്ല അനുഗ്രഹീതമായ സംസമുള്ളൂ എന്ന് വിചാരിച്ച് പോരുന്നുണ്ട്. അത് ഇവിടുത്തെ കള്ളിന്റെ പ്രത്യേകതയാണ്. സ്വർഗത്തിന്റെ കള്ള് അങ്ങനെയില്ല. സ്വർഗത്തിന്റെ കള്ള്, ഇവിടുത്തെ കള്ളു കുടിക്കുന്നവരുടെ കൂടെ എപ്പോഴും ഇബ്ലീസാണ്. സ്വർഗത്തിന്റെ കള്ളു കുടിക്കുന്നവരുടെ കൂടെ എപ്പോഴും സ്വർഗത്തിൽ അള്ളാഹു പടച്ചിട്ടുള്ള അനുഗ്രഹത്തിന്റെ മുത്തുകളാണ് കുഞ്ഞുമക്കൾ. അള്ളാഹു അവരൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ദുനിയാവിന്റെ കള്ളു കുടിച്ചവർക്ക് സ്വർഗത്തിന്റെ കള്ളില്ല എന്നാണ് ഒരു ഉറുദു കവി പറഞ്ഞത്. शायद शराब हराम कराती है सैर जन्नत के इसीलिए शायद शराब हराम. അയാൾ കള്ളു കുടിച്ചിട്ട് പറയാൻ, എന്തുകൊണ്ടാണ് അള്ളാഹു കള്ള് ഹറാമാക്കിയതെന്ന് ഒരു ഗ്ലാസ് കുടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചില ആൾക്കാർക്ക് കള്ളു കുടിക്കുമ്പോഴാണ് ഇതായിട്ടുണ്ടാവുക. അതങ്ങനെയാണ്. കള്ളു കുടിച്ചിട്ട് അയാൾ പറയും, എന്താണ് പടച്ചുകൊണ്ട് ഇത് ഹറാമാക്കിയെന്ന് എനിക്കിപ്പോഴാണ് തോന്നിയത്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്താ? ഈ കള്ളിന് വല്ലാത്ത സുഖമാണ്. ഈ സുഖം സ്വർഗത്തിലേക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നീ ആ സുഖം അനുഭവിക്കേണ്ട, സ്വർഗത്തിൽ വന്നിട്ട് അനുഭവിച്ചാൽ മതി എന്ന് അള്ളാഹ് തീരുമാനിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എന്തായാലും സ്വർഗത്തിലെ സുഖം ഇവിടെ കുറച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുടിച്ചതാണ്. പക്ഷേ സ്വർഗത്തിന്റെ സുഖത്തിന്റെ കോടികളിൽ ഒരു അംശം പോലും ദുനിയാവിന്റെ കള്ളിനല്ലാതെ കൊടുത്തിട്ടില്ല, തരില്ല. അത് വിഷമാണ്, മാരകമായ വിഷമാണ്, മനുഷ്യനെ കൊല്ലുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ശറുൽ ഖബായിസ് ഉമ്മുൽ ഖബായിസ് ശുർബുൽ ഖംർ. തെറ്റുകളുടെ ഉമ്മയാണെന്ന് ലോകത്തോട് ചോദിച്ചാ അത് കള്ളുകുടിയാണ്, കള്ളാണ്, ലഹരിയാണ്. അതിനപ്പുറത്തേക്ക് വലിയൊരു തെറ്റുകളുടെ മാതാവായിട്ട് വേറെ ഒന്നില്ല. അപ്പൊ ദുനിയാവിലെ കള്ളുകുടിച്ചവർക്ക് സ്വർഗത്തിലെ കള്ള് കിട്ടും. ഇത് മാത്രല്ല, സ്വർഗത്തില് എന്തെല്ലാം സൗകര്യങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നറിയാം. സ്വർഗത്തെ കുറിച്ചിട്ടൊന്നും ഒരുപാട് വർണ്ണിക്കേണ്ട കാര്യമില്ല. ഉസ്താദന്മാരൊക്കെ പറഞ്ഞൊക്കെ തന്നെ നമുക്കറിയാം. സ്വർഗത്തില് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചും ജീവിക്കണമെങ്കിൽ എങ്ങനെയും ജീവിക്കാം, ഞങ്ങൾക്ക് ജീവിക്കാം. നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ശാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടാ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാ? അള്ളാഹുവിനെ പേടിച്ചിട്ടെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്, എന്തിനാണ് നമസ്കരിക്കുന്നത്, എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത് ഒക്കെ ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക്. സമാധാനം ഇത് ഞങ്ങൾക്ക് വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്, ഇത് എനിക്ക് വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ എന്നെ എൻ്റെ മര്യാദയ്ക്ക് വിടാത്തതിൻ്റെ പേരിലാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ സന്നദ്ധയായത്, നിർബന്ധിതയായത്. നന്ദി.